അപ്പൊ ഇനി പറ, ഇനി നമ്മളെ പ്ലാൻ എങ്ങനെയാണ്? ഞാൻ റെഡിയാണ്. ഞാൻ എന്റെ തള്ളക്ക് വിളിച്ച്, അതേപോലെ തന്തക്ക് വിളിച്ച്, അതേപോലെ എന്റെ വീട്ടുകാരെ മൊത്തം വിളിച്ചില്ലേ? അതിലെനിക്ക് സംശയമൊന്നുമില്ലല്ലോ. എന്തായാലും ആണായി പറഞ്ഞ ഒരാളെ പകരം വീട്ടണം. തീർച്ചയായിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ അമ്മനെ പറയിപ്പിക്കുന്നത് തുല്യാണ്. പിന്നെ ഉറപ്പല്ലേ, ഞാനത് നേരിടാനും അത് ഫേസ് ചെയ്യാനും റെഡിയാണ്. ഞാൻ ചാകണെന്ന് വെച്ചാല് അതിൽ എനിക്ക് ഷഹീദിന്റെ കൂലി കിട്ടുന്ന വിശ്വസിക്കുന്ന ആളാണ്. ഏതിന്റെ കൂലി? ഷഹീദിന്റെ കൂലി. ഞാനതിന് റെഡിയാണ് അത് ഫേസ് ചെയ്യാന്. അതിന്റെ എത്ര വലിയ അതിന്റെ ഒരു മൂർധന്യാവസ്ഥ എന്ന് പറയുമല്ലോ, അതിന്റെ മാക്സിമം ഇക്വിലിബ്രിയത്തിൽ എത്താൻ ഞാൻ റെഡിയാണ്. റെഡിയാണ്. അപ്പൊ ബാക്കി കാര്യങ്ങൾ നാളെ ഇങ്ങോട്ട് ഒരു ഫുട്ബോൾ മത്സരം എനിക്ക് 2 ദിവസം ഞാൻ ഫ്രീ ആണ്. വന്നിരുന്നു ഞാന്. പക്ഷെ ഞാൻ തൃശ്ശൂർ എത്തിയപ്പോ ഞാൻ അങ്ങോട്ട് മടങ്ങി. കാരണം എന്നെ ഇവിടുന്ന് വിളിച്ചിട്ടോല് കാസർഗോഡ് ആണുങ്ങൾ എന്ന് പറഞ്ഞു. ഞാൻ ഇതേപോലെ ഷാജഹാനും അല്ലെങ്കിൽ കുഞ്ഞാമ്പാണ്ടിക്കാടിന് ഈ പറഞ്ഞ ആൾക്കാരെ കൂട്ടിയിട്ടൊന്നുമില്ല, ഞാൻ ഒറ്റക്കാണ് കേട്ടോ. അതിപ്പോ നിങ്ങളവിടെ 10 ആളിനെ കൊല്ലനെ കൊന്നോട്ടിട്ട് ഞാൻ ഒരു കാര്യം പറയാം, ഒരു ഒറ്റ കാര്യം അൻഷിഫിന്റെ അടുത്ത് ഞാൻ പറയാം. എന്റെ കൂടെ ഉള്ള ഒരുത്തനും നിന്റെ ദേഹത്ത് തൊടൂല. ഞാനും നീയും മാത്രം. അതാണ് കളി. കാരണം നീ വിളിച്ചത് എന്റെ തള്ളക്കാണ്, നീ വിളിച്ചത് എന്റെ അമ്മയ്ക്ക്. നിനക്കുള്ള 4 ആളുകളെ നിനക്ക് കൊണ്ടുവരാം. ഞാൻ ഇവിടുന്ന് നിന്റെ 4 ആളെ കൊണ്ടുവരും. അതായത് 4 ആളും വേണ്ട അൻഷിഫെ. നീ വീണ് കഴിഞ്ഞാ നീ വീണ നിന്റെ വീട്ടില് നിന്നെ എത്തിക്കണ കാര്യം ഞാൻ നോക്കിക്കോളാം. അതല്ലടാ, ഞാൻ നിന്റെ നാട്ടിൽ വന്ന് നിന്റെ വീട്ടില് നിന്റെ കൂട്ടിൽ വന്നിട്ടല്ലടാ അടിക്കണേ. അല്ലല്ല, നാട്ടില് കൂട്ടില് വരണ്ട അൻഷിഫെ. എന്റെ നാടെന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. എന്റെ നാടെന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. എന്റെ വീട് എറണാകുളത്തല്ല. അല്ല, നിന്റേതല്ല. നിന്റെ കൂട്ടത്തിലെ ഒറ്റൊന്നും അവിടെ എറണാകുളമല്ല. നിങ്ങൾ വർത്താനത്ത് നിങ്ങൾ വലിയ എറണാകുളം തൊഴിച്ചാളാണെന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ എറണാകുളത്തിൽ ഒറ്റൊരുത്തനും ഇല്ല. എറണാകുളത്ത് നമുക്ക് ഒരു പിടിപാടും ഇല്ല. നമുക്ക് അവിടെ ആരും അറിഞ്ഞൂടാ. പിടിപാടും ഇതൊന്നല്ല ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നതിന്റെ ന്യായമായിട്ടുള്ള അവകാശത്തിൽ പെട്ടൊരു സാധനം. അഥവാ ഞാൻ എന്റെ മയ്യത്തും കെട്ടിൽ പിടിക്കാല് 4 പേരെ നീ കൊണ്ടുവരണ്ട. നിന്റെ മയ്യത്തും കെട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് പിടിക്കാം. ഞാൻ വാക്ക് തരാം നിനക്ക്. ഇവരാരും നിന്റെ മേത്ത് തൊടൂല. നിന്റെ ഭാഗത്തുനിന്നുള്ള 4 ആൾ എന്റെ മേത്ത് തൊടാൻ പാടില്ല. ഒരിക്കലും തൊടൂല. എന്തും ചെയ്യാം. മനസ്സിലായോ? ടൂളെടുക്കേ എന്ത് വേണേലും ചെയ്യാം. അയ്യേ, നിനക്കപ്പൊ ടൂള് വേണം? അതല്ലേ ടൂള് വേണ്ടെന്നുണ്ടെങ്കിൽ ടൂള് വേണ്ട. അല്ല അപ്പൊ നീ ഞാൻ ചോദിക്കുന്നത് അവിടെ അങ്ങനെ ചെയ്യാൻ പാടില്ല, ചവിട്ടാൻ പാടില്ല, നുള്ളാൻ പാടില്ല, അതൊന്നുമില്ല. എന്തും ചെയ്യും. അപ്പൊ ടൂള് ഉണ്ട്. മനസ്സിലായോ? ടൂള് വേണമെങ്കിൽ ടൂള് യൂസ് ചെയ്യാം. നിനക്ക് ഏതാ താല്പര്യം? നിനക്ക് ടൂള് വേണോന്നാണോ? നിനക്ക് ഏതാണോ? എനിക്ക് വേണ്ട മുത്തേ. എന്റെ ടൂള് എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. എന്റെ ടൂൾ എന്ന് പറഞ്ഞത് ഇതാണ്. എന്റെ ടൂള് എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. റാംബോ, നിന്റെ അമ്മക്കാണ് വിളിച്ചത്. മനസ്സിലായി? എന്റെ അമ്മയ്ക്കാ നീ വിളിച്ചത്. എന്നിട്ട് ഞാൻ നിന്റെ അടുത്ത് ഇത്രയും മാന്യമായിട്ട് സംസാരിക്കണം എന്തെന്നറിയാമോ? എന്നെ എന്റെ അമ്മ വളർത്തിയത് അങ്ങനെയാണ്. എന്റെ അമ്മ ഒരിക്കലും മറ്റൊരുത്തന്റെ അമ്മയെ വിളിക്കാൻ എന്നെ പഠിപ്പിച്ചിട്ടില്ല നിന്നെ പോലെ. ഞാൻ അടച്ചു വെച്ചൊരു പുസ്തകം അടച്ചു വെച്ച എന്ത് പുസ്തകം? ഇത് നീ എന്തോന്ന് അടച്ചു വെച്ച എന്ത് പുസ്തകം? നീ ആര്? മോഡൽ സ്കൂളിലെ ഹിസ്റ്ററി അധ്യാപകൻ അടച്ചു വെച്ച പുസ്തകം തുറപ്പിക്കാൻ വേണ്ടിട്ട്? ഈ വിഷയത്തോടു കൂടി ഞാനിത് ഓൾറെഡി ക്ലോസ് ചെയ്തൊരു സംഭവമാണ്. ആര് ക്ലോസ് ചെയ്തില്ല? എനിക്ക് ഇങ്ങനത്തെ വിഷയത്തിൽ ഞാൻ ഇടപെടൂലെന്ന് നിശ്ചയദാർഢ്യത്തോടു കൂടി മുന്നോട്ട് പോയിരുന്ന ഒരാളാണ്. ഞാൻ സത്യം പറയട്ടെ, ഈ വർഷത്തിന്റെ തുടക്കം ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ വള്ളിക്കേസ് പിടിക്കൂല എന്നുള്ളൊരു മെന്റാലിറ്റി. അപ്പൊ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ വർഷം തുടക്കം തന്നെ ഇങ്ങനെ ആക്കി തന്ന സ്ഥിതിക്ക് ഇവിടുന്ന് അങ്ങോട്ട് എന്തോ ആയിക്കോട്ടെ, ആകെ പോട്ടെ എന്നില്ല മൈൻഡ്. അൻഷിഫെ, ഞാൻ ഒരു കാര്യം നിന്റെ അടുത്ത് പറയാം. നീ മയ്യത്ത് കട്ടിലെടുക്കാൻ വേണ്ടിട്ട് 4 പേരെ ഒന്നും കൊണ്ടുവരണ്ട. ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം പറയാം. ഞാൻ ഒരു കാര്യം പറയാം. പുറത്തുനിന്നല്ല, നിന്റെ ലൈവിന്റെ ഫ്രണ്ടില് നിന്റെ ക്യാമറ. എന്റെ എന്ത് ലൈവിന്റെ ഫ്രണ്ടിൽ? ഇതെന്താണ് റെസ്ലിംഗാ? അതിന്റെ ഓഡിയൻസ്
എന്റെ ഓഡിയൻസ് എന്ത് ആർക്ക് പേടി? അൻഷിഫ് മൂഞ്ചിക്കല്ല, അൻഷിഫ് മൂഞ്ചിക്കല്ല എനിക്ക് പേടിയുന്ന, അൻഷിഫ് മൂഞ്ചിക്കല്ല എനിക്ക് പേടിയുന്ന. ഇല്ല, എന്നാ ഞാൻ നാളെ മറ്റന്നാളും അതിന്റെ അടുത്ത ദിവസം, ഈ 3 ദിവസം നമുക്ക് പരിപാടി ഉണ്ട്. ഈ 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചെത്തോളൂ. ഇനാഗ്രേഷൻ ഉണ്ട് എനിക്ക് നാളെ തിരുവനന്തപുരത്ത് ഇനാഗ്രേഷൻ ഉണ്ട്, മറ്റന്നാ എനിക്ക് കോഴിക്കോട് ഇനാഗ്രേഷൻ ഉണ്ട്. അതിന്റെ അടുത്ത ദിവസം ഞാൻ നാട്ടിലെത്തോളൂ. ഈ 2 ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടേ ഞാൻ വരും. പിന്നെ ഇന്ന് നമുക്കൊരു കാര്യം ചെയ്യാം. കോഴിക്കോട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്ലേസ് പ്ലാൻ ചെയ്യാം. മുത്തേ, കോഴിക്കോട് ഞാൻ ഇനാഗ്രേഷൻ ആണ് പറഞ്ഞത്, മനസ്സിലായി? നമ്മളെ വളരെ ബഹുമാനത്തോടു കൂടി ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കുമ്പോൾ അവിടെ ചെന്ന് ഇതെല്ലാം തീർത്തിട്ട് വരാം. അൻഷിഫേ, നാളെ നിനക്ക് ഫുട്ബോൾ മാച്ച് ഉണ്ടോ? അതേ കണക്ക് തന്നെയാണ് നമ്മൾ ഏറ്റെടുത്ത ഒരു കാര്യം തീർക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ഈ 2 പരിപാടിയും തീർത്തിട്ട് അൻഷിഫേ നീ കൊച്ചിയിലോട്ട് വാ, ഞാൻ റെഡിയാണ്. എന്ത് കൊച്ചി? നീ എന്താ കൊണയടിക്കണ അൻഷിഫേ? നീ എവിടെ കൊച്ചിയിലോട്ട് വന്നെന്ന്? നീ നിന്റെ വീട്ടിന്റെ പുറത്ത് മുള്ളാൻ പോലും ഇറങ്ങിയിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. നീ മുള്ളാൻ പോലും വീട്ടിന്റെ പുറത്ത് ഇറങ്ങിയിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ നീ തൃശ്ശൂർ വരെ എവിടെ വന്ന അൻഷിഫേ? ഇന്നലെ നമ്മൾ സ്റ്റോറി ഇട്ട്, ഇന്നലത്തെ നമ്മളെ ലൈവില് 10 തവണ ഞാൻ പറഞ്ഞു നാളെ കാസർഗോഡ് ഇനാഗ്രേഷൻ ഇന്ന് രാത്രി പോകണമെന്ന്. ഇതൊന്നും നീ കണ്ടില്ല അൻഷിഫേ. അൻഷിഫേ നീ ഇതൊന്നും പറയല്ല അൻഷിഫേ. എന്ത് നാടകോടെ കുറച്ച് റിയൽ ആയിട്ട് പറ. നീ ഞാനോട് സീരിയസ് ആയിട്ട് പറയാ, സത്യം പറഞ്ഞാല് നല്ല പേടിയുണ്ട് ഈ കാര്യം. ഇപ്പൊ മഹേഷിന്റെ പ്രതികാരോ? നീ എന്താ പറയട്ടെ? ഞാൻ ഒരു കാര്യം പറയട്ടാ. ഞാൻ ഇങ്ങനെ ചോറ് തിന്നോണ്ടിരിക്കുമ്പോ ഞാൻ തിന്നെയാണ്. ഞാൻ ചോറ് തിന്നോണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്റെ കാതിന്റെ അകത്ത് ഒരു കൊതു വന്നിങ്ങനെ കൂന്ന് മൂളിക്കഴിഞ്ഞാ ഞാൻ ചോറ് അവിടെ വെച്ചിട്ട് എണീറ്റ് പോയിട്ട് ആ കൊതുവിനെ കൊല്ലൂല. ഞാൻ തന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു അടി അടിക്കും, ആ കൊതുവിനെ കൊല്ലും. എന്നിട്ട് ഞാൻ വീണ്ടും ചോറ് തിന്നും, മനസ്സിലായ? അതല്ലാതെ മഹേഷിന്റെ പ്രതികാരം എന്നൊക്കെ പറയാൻ വേണ്ടിട്ട് ഇത് എന്താ അൻഷിഫേ? പറഞ്ഞു അൻഷിഫേ. കൊതുക് വന്ന നീ എന്ത് ചെയ്യുമെന്നറിയാമോ? നീയാണെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാമോ? നീ ചോറ് തിന്നിട്ടല്ല അൻഷിഫേ. നീ എന്ത് ചെയ്യുമെന്നറിയാമോ? നീ ചോറ് തിന്നിട്ട് ആ കൊതുവിനെ പേടിച്ച്, നീ ചോറ് തിന്ന് തീർന്നിട്ട് നീ ആ കൊതുവിനെ പേടിച്ച് വല്ല കിണറ്റിലോ കട്ടിലിന്റെ അടിയിലോ കയറി ഒളിച്ചിരിക്കും. അതാ നീ ചെയ്യണത്, മനസ്സിലായോ? നീ ചെയ്യണേന്ന് പറഞ്ഞാൽ നീ ആ കൊതുവിനെ പേടിച്ച് കട്ടിലിന്റെ അടിയിലോ കിണറ്റിലോ കയറി ഒളിച്ചിരിക്കും, ആ കൊതുവിനെ പേടിച്ചിട്ട്. അതാണ് മോനെ നീ ചെയ്യാൻ പോണത്. കുഴിച്ചിട്ട് മണ്ണിട്ട് മൂടി അതിന്റെ മുകളിൽ വാഴ വെച്ചിട്ട് വാഴ എന്ത് കൊതുവിനെ? നീ ആ കൊതു കടിക്കാൻ വരുമ്പോഴേ നീ വല്ല പത്തായത്തിലോ അല്ലെങ്കിൽ ഓട്ടുപുരയിലോ കട്ടിലിന്റെ അടിയിലോ കയറി ഒളിച്ചിരിക്കും. ഉദ്ഘാടനം എങ്ങനെ മോനെ മാറ്റി വെക്കണത്? ഞാൻ പറഞ്ഞല്ലോ നീ ഡേറ്റ് പറയാനാണ് നമ്മൾ വിളിച്ചത്. അൻഷിഫേ ഡേറ്റ് പറയാനാണ് നമ്മൾ വിളിച്ചത്. അൻഷിഫേ ഡേറ്റ് പറയാനാണ് വിളിച്ചത്. എനിക്ക് പറ്റണ ഡേറ്റ് എന്ന് പറയുന്നത് എനിക്ക് പറ്റുന്ന ഡേറ്റ് എന്ന് പറയുന്നത്, എടാ എനിക്ക് ഇതെല്ലാം തീർക്കണ്ടേ. നിന്നെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കേണ്ടി വന്നതിന് എനിക്ക് സന്തോഷത്തോടു കൂടി കുറച്ച് നല്ല ഓർമ്മകൾ വേണ്ടേ? ഞാൻ പറയണ മുത്തുമണി അൻഷിഫ് മൂഞ്ചിക്കലെ ഞാൻ പറയണ ഒരു കാര്യം നീക്കാണ്. നമുക്ക് വ്യക്തമായിട്ട് എന്റെ ഈ പരിപാടി തീർന്നിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ അല്ലേ? ഫോൺ എടുത്തിരിക്കും. നിനക്ക് വേണ്ടി 24 മണിക്കൂർ ഞാൻ നിന്റെ നമ്പർ സേവ് ചെയ്തിട്ടിട്ടുണ്ട്. ഞാൻ വിളിക്കുമ്പോ നീയാണ് കട്ട് ചെയ്തതെന്ന നിന്റെ നമ്പർ ഞാൻ വെച്ച്. നീയല്ലേ മോനെ പേടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് പരാതി കൊടുത്ത? ഞാനാണോ? ഫേക്ക് നമ്പറോ? 7790728419 തൊപ്പിയുടെ നമ്പർ അല്ലെന്ന് എന്താ മോൻ ഇത്ര ഇത്? എടാ കുറച്ചെങ്കിലും ഞാൻ ഇത്രയും നിന്റെ അടുത്ത് പറയണേ. എടാ ആൾക്കാര് തെറ്റിദ്ധരിക്കും. ഈ പ്രായത്തിൽ നിനക്ക് അണ്ടിക്കുറപ്പില്ലെന്ന് ആൾക്കാർ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അൻഷിഫെ, ഞാൻ നിന്റെ അടുത്ത് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാം. അത് നിനക്കല്ല നാണക്കേട്, മറ്റു പലർക്കുമാണ് അത് നാണക്കേട്. അതുകൊണ്ട് നീ ഇങ്ങനെയുള്ള കള്ളത്തരം പറയുമ്പോ കുറച്ചെങ്കിലും ഉളുപ്പ്, മുത്തുമണി ലേശ ഉളുപ്പ്. കൂടുതലൊന്നും വേണ്ട, ലേശ ഉളുപ്പ്. അത് മാത്രം എന്റെ മോൻ വെച്ചത്, ലേശ ഉളുപ്പ് കുറച്ച്. പിന്നെ എനിക്ക് എന്നോട് വ്യക്തിപരമായിട്ട് ദേഷ്യ കാര്യങ്ങളൊന്നും ഇല്ല. വ്യക്തിപരമായിട്ട് എനിക്ക് നിന്റെ അടുത്ത് ദേഷ്യം മാത്രമേ ഉള്ളൂ.
വ്യക്തിപരമായിട്ട് എനിക്ക് നിന്റെ അടുത്ത് ദേഷ്യം മാത്രമേ ഉള്ളൂ. മയ്യത്തായാലേ മനസ്സിലായി? എന്ത് പൈറ്റില് വയ്യത്താവാ മോനെ? നീ എന്താ പറയണ അഞ്ചിപ്പേ? പൈറ്റില് വയ്യത്താവാറതാ? നീ എന്താ വിചാരിച്ചത് അഞ്ചിപ്പേ? അവിടത്തെ കണക്ക് ഡെമ്മി അണ്ടി വെച്ചിട്ടല്ല, അവിടത്തെ പോലെ ഡെമ്മി അണ്ടി വെച്ചിട്ടല്ല ശരത്ത് ഇവിടെ ഇരിക്കണത്. ശരത്തിന് യഥാർത്ഥ അണ്ടി ഉണ്ട് അൻസിപ്പേ. ശരത്തിന് യഥാർത്ഥ അണ്ടി ഉണ്ട് അൻസിപ്പേ. വെപ്പണ്ടി വെച്ച് ഉമ്മാൻ പോണ പരിപാടി ശരത്തിനില്ല. 11 മണിക്ക് ശേഷം പാലാരിവട്ടം പാലത്തിന്റെ അടിയിൽ പോയി കുഞ്ഞിനീക്കണ പരിപാടി ശരത്തിനില്ല. ശരത്തിന് വെപ്പണ്ടി വെച്ച് നടക്കേണ്ട കാര്യമില്ല. യഥാർത്ഥമായിട്ട് ഒരു അണ്ടി ഉണ്ട് അൻസിപ്പേ. യഥാർത്ഥമായിട്ട് ഒരു അണ്ടി ഉണ്ട് അൻസിപ്പേ. അതുകൊണ്ട് എന്റെ മുത്തുമണി പാലാരിവട്ടം പാലത്തിന്റെ അടിയിൽ പോയി 11 മണിക്ക് കുഞ്ഞിനീക്കേണ്ട കാര്യം എനിക്കില്ല അൻസിപ്പേ. പാലാരിവട്ടം പാലത്തിന്റെ അടിയിൽ പോയി കുഞ്ഞിനീക്കേണ്ട ആവശ്യം അൻസിപ്പ. നീ ആ കണ്ണാടി വെച്ചിട്ടാ പോയി കുഞ്ഞിക്കണത്? അങ്ങനെയാ? അപ്പൊ ചോദിക്കടാ. ഓക്കെ ജനങ്ങൾക്ക് മനസ്സിലാവൂല രണ്ടുകൂട്ടരും പറയുന്നത്. അതെ പറ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോ കാര്യം ഈ പറയുമ്പോ ഞാനും പറയണില്ല, ഞാൻ പറയുമ്പോ ഇയും പറയില്ല. നീ പക്ഷെ അങ്ങനെ ഒരു അവസരം എനിക്ക് തരുന്നില്ലല്ലോ അൻസിപ്പേ. ഫുൾ ഡയലോഗ് എടുക്കല, അതിന് റിപ്ലൈ ഒന്നും പ്രതീക്ഷിക്കണം. ഒരു മനുഷ്യനൊരു വർത്താനം. ആയിക്കോട്ടെ. അൻസിഫിന് വേണ്ടി 1 മിനിറ്റ് നമുക്ക് മൗനമായിട്ട് ദുഃഖാചരണം നടത്താം. അൻസിഫ് പറ. ഓക്കെ, 1 മിനിറ്റ് എന്റെ സമയമാണ്, പിന്നെ 1 മിനിറ്റ് എനിക്ക് വരും. ഓക്കെ. അപ്പൊ എന്തായി? മൈക്ക് കറക്റ്റ് അല്ലേ? മോനെ കറക്റ്റ് കേൾക്കണം. അപ്പൊ എനിക്കിനി പ്രേക്ഷകരോട് പറയാനുള്ളതാണ്. കാരണം കുറെ ആളുകൾ സത്യം പറഞ്ഞാൽ എന്റെ നമ്പർ ഓൾറെഡി ഇതിലുള്ള നമ്പർ തന്നെയാണ്. അതുകൊണ്ട് ഇപ്പൊ ഇത് ഓൻ ലീക്കാക്കി എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറ്റം പറയാനൊന്നും പറ്റൂല. ഓനത് അറിയാതെ അതിന് കോൾ എടുത്ത് അടിച്ചപ്പോ ഡിസ്പ്ലേ ഫോൺ കണക്ട് ആക്കിയിട്ടാണ് വിളിച്ചത്. ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കോൾ പ്രതീക്ഷിച്ച സാധനം മൊബൈൽ കൂടെയാണ് കോൾ വന്നത്. അതുകൊണ്ട് നമ്പർ കറക്റ്റ് കിട്ടി. അതുകൊണ്ട് ഇപ്പൊ എനിക്കെന്താ വെച്ചാൽ ഒരു സെക്കൻഡില് ഒരു 130-120 കോളിന്റെ മുകളിൽ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രതികാരം തീർക്കാന്നുള്ള രീതിയിലാണ് ഞാൻ എന്ത് ചെയ്തത്, നമ്മളെ തൊപ്പിയുടെയും റാംബോയുടെയും നമ്പർ ലീക്ക് ചെയ്ത്. അതിൽ എനിക്ക് സങ്കടം ഉണ്ടോന്ന് ചോദിച്ചാല്, ഞാൻ ഒരിക്കലും ഒരാളെ വ്യക്തിപരമായിട്ട് നമ്മൾ വർത്താനത്തിൽ പറയുന്നുണ്ടെങ്കിലും പേഴ്സണൽ നമ്പർ കൊടുക്കുക അല്ലെങ്കിൽ ഇത്തരം ആഭാസങ്ങൾ ഞാൻ അതിൽ ചെയ്തിട്ടില്ലായിരുന്നു. നിങ്ങൾ എന്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഒരാളെ ദ്രോഹിക്കുക എന്നുള്ള സംഭവം ചെയ്യലില്ല. പരസ്പരം സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ വല്ല കോൺട്രവേഴ്സിയിൽ ഇടപെടുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ ഉണ്ടാവും. അതിൻ്റെതായിട്ടുള്ള രീതിക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. പക്ഷെ ഒരിക്കലും ഒരാളെ വ്യക്തിപരമായിട്ട് ദ്രോഹിക്കണം എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ റാംബോ ഇന്നലെ ചെയ്യേണ്ട സംഭവം എന്ന് വെച്ചാൽ എന്റെ നമ്പർ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് അത് ഒരു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫീൽഡിൽ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ ആ മറ്റൊരാൾക്ക് കൊടുക്കേണ്ട ഒരു മാന്യത ഇല്ല. അവൻ കാണിക്കാത്തതുകൊണ്ട് പിന്നെ ഞാൻ എന്റെ ആ മാന്യത വിട്ടു എന്നുള്ളതുള്ളൂ. അതേപോലെ ഇനിയിപ്പോ ഈ തൊപ്പിന്റെ കാര്യമായാലും തൊപ്പി ഞാനും ഇന്നേ വരെ വ്യക്തിപരമായിട്ട് ഞങ്ങൾ പേഴ്സണലി ഒരു ഇഷ്യൂ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ ഈ നമ്പർ ലീക്ക് അതിന്റെ പേരിൽ തൊപ്പിക്ക് ഇന്നെ തല്ലണമെന്നുണ്ടെങ്കിൽ തൊപ്പിനേറ്റും അടികൂടാന്, അതായത് ഞാനും റാംബോ കൂടിയിട്ട് അഥവാ ഞാൻ മയ്യത്തായിട്ടില്ലേ കുർജീവനാണ് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ തൊപ്പിന്റെ പക വീട്ടാൻ ഞാൻ റെഡിയാണ്. അതേ സമയം അതേ സ്പോട്ടിൽ അതേ ഇതില്, അതായത് ഇവരെ രണ്ടാളെ അടിച്ചു തോൽപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. പിന്നെ തൊപ്പി ഇന്ന കാര്യത്തിൽ ഇന്നേ വരെ ഒരു പേഴ്സണലി ഒരു ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ, ഇന്നൊരു ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഇതേവരെ ഓന്റെ ഭാഗത്തു നിന്ന് ഒരു വർത്താനോ അല്ലെങ്കിൽ ഒരു വീഡിയോ അങ്ങനത്തെ ഒരു സംഭവം എനിക്കിത് ചെയ്തിട്ടില്ല. ചെയ്യൂല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. കഴിഞ്ഞ കുറെ നേരമായി. 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് 5 മിനിറ്റ് ആയി. എന്താണ്